ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. സാരം: പാർത്ഥ, യാദൃശ്ചികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗകവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഭാവാർത്ഥം: പൊരുതുന്നതുകൊണ്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല. അത് എന്നെയും നരക ജീവിതത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞ അർജുനൻ്റെ നിലപാടിനെ ലോകോത്തമ ഗുരുവെന്ന നിലയിൽ തള്ളിക്കളയുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് അർജുനൻ ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നത്. തൻ്റെ കൃത്യനിർവഹണത്തിൽ ഹിംസയ്ക്കിടമില്ലാതെ ഇരിക്കണമെന്ന് അദ്ദേഹം ആശിക്കുന്നു. ഒരു ക്ഷത്രിയൻ യുദ്ധരംഗത്ത് അഹിംസാ തൽപരനായി നിൽക്കുക എന്നത് വിഡ്ഢികളുടെ തത്വശാസ്ത്രമാണ്. വ്യാസപിതാവായ പരാശര മഹർഷി പരാശര സ്മൃതി എന്ന തൻ്റെ നീതി സംഹിതയിൽ ഇപ്രകാരം പറയുന്നു: ക്ഷത്രിയൻ്റെ ധർമ്മം പ്രജകളെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. അങ്ങനെ ശത്രുക്കളുടെ സൈന്യബലത്തെ ജയിച്ചിട്ട് മതപ്രമാണികളെ മുൻനിർത്തി ലോകം ഭരിക്കണം. ഏതു വിധം ആലോചിച്ചാലും അർജുനൻ പോരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായീകരിക്കാൻ വയ്യ. ശത്രുക്കളെ ജയിച്ചാൽ അദ്ദേഹത്തിന് രാജാവായി കഴിയാം. യുദ്ധത്തിൽ മരിച്ചാലാകട്ടെ തനിക്കായി തുറക്കപ്പെട്ട സ്വർഗ കവാടങ്ങളിലൂടെ ഉപരിലോകങ്ങൾ പോകാം. രണ്ടു വിധമായാലും ഈ യുദ്ധം അദ്ദേഹത്തിൻ്റെ നന്മക്കു തന്നെ.